ഹലോ കൂട്ടുകാരെ, ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമുക്ക് ഈ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തൊരു തരം തൊലി ഉണ്ടാവും. ഈ തൊലിയാണ് നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് ക്ലീൻ ആക്കേണ്ടത്. പിന്നെ അതിനകത്തൊരു കത്തി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അത് നമ്മളെടുത്ത് കളയണം, എങ്കിലേ ക്ലീനായി കിട്ടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, കൂന്തൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാവുന്നു. ഓക്കെ, ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. 3-4 തവണ കഴുകിയെടുക്കുന്നുണ്ട്. അത് ഈ മഷി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അത് കളയാൻ വേണ്ടി ഒരു 3-4 തവണ ഇങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പാട പോലത്തെ ചില ഭാഗങ്ങളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ മാറ്റി എടുത്ത് കളയണം നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിലൊരു തരം മഷി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അത് ശരിക്കും പോകണം, അല്ലെങ്കിൽ പിന്നെ ഇത് കഴിക്കും. അപ്പോൾ ഓക്കെ, ഇത് കട്ട് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കൂന്തൽ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, എന്നാലും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് നമ്മൾ പിടിക്കും. അപ്പോൾ സുഹൃത്തുക്കൾ, ആ സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാളയുടെ ഈ ഭാഗത്ത് അരിഞ്ഞ് കളയണം. അപ്പോൾ ഒരു ക്യാപ്സിക്കം ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. പച്ചമുളക് ഒരു 5 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞു കൊടുക്കാം. 2 ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഓക്കെ, 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം മുളകിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്കായിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ബാക്കി സവാള അരിഞ്ഞ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഓക്കെ, സവാള ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് ഇളക്കാം. അപ്പോൾ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂന്തലിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ നോക്കിയിട്ടിടാം. അപ്പോൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് റസ്റ്റിന് വെച്ച കൂന്തൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മസാലയും കൂന്തലൊക്കെ ഒന്നിച്ച് മിക്സ് ആവുന്ന രൂപത്തിൽ. ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂന്തലിൽ വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഈ മസാലയും കൂന്തലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 1/2 മണിക്കൂർ സമയം ഇരിക്കട്ടെ. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ഇത് ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം, ആയിട്ടുണ്ടാവും ഏകദേശം. ഓക്കെ, വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം.
പല്ലില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ആയിട്ടുണ്ട് നമ്മളെ കൂന്തൽ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു കുറച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കാം. വായ എന്താണ് നാണിച്ച് നിൽക്കല്ലേ? കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണെന്നാണ് അവർ പറയണത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂന്തലൊക്കെ അത്യാവശ്യം കിട്ടുന്ന സമയമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.